GoPro Hero 9 സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കാരണം ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്, 8 പോലെയല്ല. അതൊന്നും കൂടി അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് 2.0 എന്ന്. ഗായ്സ്, ടിക്കി ഡോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസോ ഒന്നുമല്ല. നമ്മൾ ഒരു ചെറിയ കുഞ്ഞൻ ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. DSLR മോഡലുള്ള ഒരു ആക്ഷൻ ക്യാമറയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ വീഡിയോ ക്യാമറയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വീഡിയോ ക്വാളിറ്റിയൊക്കെയാണ് ഏറ്റവും ഭയങ്കര നമ്മളെ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് GoPro Hero 9 ബ്ലാക്ക് ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും അമൻഡഡ് വേർഷനാണ് ഗോപ്രോയുടെ. ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതുവരെ ബ്ലോക്കായിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായി സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇപ്പോൾ സാധനം ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത ആ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും വെക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കണം. പിന്നെ ഈ ഒരു ക്യാമറ ഞാനൊരു തട്ടിക്കൂട്ട് അൺബോക്സിങ് ആട്ടോ. കാരണം ഞാൻ ഇതിന് മുൻപ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, സത്യം പറയാമല്ലോ. അപ്പോൾ ഞാനൊരു ക്വിക്ക് അൺബോക്സിങ് ആണ്. പിന്നെ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് വിഷ്വൽസും അതുപോലെ തന്നെ ഒരുപാട് ഫൂട്ടേജൊക്കെ എടുക്കണം. കാരണം GoPro എന്നുള്ളത് നമുക്ക് എത്ര റഫായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ബ്ലോഗേഴ്സൊക്കെ ഇത് സ്ഥിരമായിട്ട് ഈ ഒരു GoPro യൂസ് ചെയ്യുന്നുണ്ട്. അവസാനം എൻ്റെ കയ്യിലും കിട്ടിയിരിക്കുന്നു. ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യണം. പിന്നെ നമുക്ക് ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിയിട്ടും ചാടിയിട്ടും നടന്നിട്ടും വണ്ടിയിലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ താഴെ അതൊക്കെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, വാച്ച് ആൻഡ് എൻജോയ് ദ വീഡിയോ ഗായ്സ്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് വിട്ടാലോ. ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു പെട്ടി. GoPro എന്നൊക്കെ ഒഫീഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്. കിടക്കാച്ചി പെട്ടി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ആകുന്നുണ്ട്. പിന്നെ നമ്മൾ വെറുതെ സമയം കളയുന്നില്ല, നേരെ അൺബോക്സിങ് ചെയ്താലോ. അൺസിപ്പ് ചെയ്യാം. ഇതാ ഓക്കെ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. GoPro നമ്മളെ കാണാൻ പോവാണ്. അടിപൊളിയായിട്ടോ. GoPro അതിവിടെ ഇരിക്കട്ടെ. പിന്നെ അതിന് മുൻപ് ഇവിടെ എന്തോ കുറച്ച് മാനുവൽസ്, പിന്നെ അതുപോലെ തന്നെ ഗ്യാരൻറ്റി ബുക്കാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ GoProയുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഹെൽമെറ്റിൽ എങ്ങനെ മൗണ്ട് ചെയ്യാം, മെമ്മറി കാർഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇൻബിൽട്ട് അതിന് കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സിമ്പിൾസ് ആയിട്ടാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററി എങ്ങനെ ഇൻസേർട്ട് ചെയ്യൽ, ഇവിടെ എങ്ങനെ തുറക്കുക, എങ്ങനെ ചാർജ് ചെയ്യുക, അതിനൊക്കെ ഒരു നമ്പർ ഇട്ടിട്ട് അവർ ഇത് വിശദീകരിക്കുന്നുണ്ട്. അതെന്തായാലും ഇവിടെ തൽക്കാലം മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിളാണ് വരുന്നത്. നമ്മുടെ ഫോണിൻ്റെ സാധാ ചാർജറൊക്കെ വെച്ച് അതിലേക്ക് ഇവിടെ കണക്ട് ചെയ്ത് GoProയുടെ ഉള്ളിലേക്കായിരിക്കും മിക്കവാറും ചാർജ് ചെയ്യുക. കാരണം ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു കേബിളാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെയിൻ ആണല്ലോ ബാറ്ററി വെയിറ്റൊന്നുമില്ല, ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം ഈ ഒരു നമ്മൾ ബാറ്ററി മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ 1000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. GoProയുടെ ആക്സസറീസിന് പൊതുവെ ഭയങ്കര ക്യാഷ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇട്ട് നോക്കണം. തൽക്കാലം മാറ്റി വെക്കാം. ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ 2 കാര്യമായിട്ട് മൗണ്ട്സാണ് വരുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രൂ വെച്ച് GoPro ഇതിൽ ഫിക്സ് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സെക്യൂർ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ. കാര്യമായിട്ട് ഇത്രേ ഉള്ളൂ. 8 കൊടുക്കുന്ന പോലെ സ്റ്റിക്കൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നേരെ GoPro Hero 9 പുതിയ വെർഷനാണ് എൻ്റെ കയ്യിൽ വടമച്ച. ഓക്കെ. അപ്പോൾ കിട്ടിയിട്ടോ. ഇതാണ് GoPro 9. ഇത് കണ്ടല്ലോ. അടിപൊളിയാട്ടോ, സൂപ്പർ. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് GoPro ചറപറ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം. അതിനൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വേണം നമുക്ക് മാറ്റട്ടോ. നമ്മൾ ഇൻ കേസിൽ ഇതിപ്പോൾ ബ്രേക്കായി, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ലെൻസ് മാറ്റാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെയാണ് പുതിയ വന്ന ഒരുപാട് സംഗതികൾ. പിന്നെ ഇത് GoPro 8 ബാക്കി എല്ലാത്തിലും കാണുന്നത് പോലെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഇവിടെ ഒരു ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രൂ ഇതിൽ കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ അടിപൊളിയായിട്ട് 9 എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക്. അതുകൊണ്ട് പെർഫോമൻസ് ആണ്. ഇതാണ് മെയിൻ ഡിസ്പ്ലേ. പിന്നെ ഇത് സ്വിച്ചും ഓൺ ചെയ്യുന്നു ഓഫ് ചെയ്യുന്ന ബട്ടണാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ള. എനിക്ക് ഭയങ്കര വല്ല ഐഡിയ ഒന്നുമില്ല.
അപ്പോൾ ഇവിടെ അതാ അങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടോ. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾ കണ്ടില്ല, ഭയങ്കര ഇതിപ്പോൾ 8നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെയിറ്റ് ഉണ്ടെന്നാണ് പല അൺബോക്സിങ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ 8 ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ വെയിറ്റ് അത്ര ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഒരു സിമ്പിളാട്ടോ, വ്ളോഗ് ചെയ്യാനൊക്കെ നമുക്ക് എന്തും ചെയ്യാം. പിന്നെ നമുക്ക് ആരെയും ഫുട്ടേജ് കാണാം, പിന്നെ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കാര്യമായിട്ട് നമ്മൾ GoPro ഇതാണ്ടില്ല. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ ഒരു ഇൻബിൽറ്റ് മൈക്ക് കൊടുക്കുന്നുണ്ട്. ഈ മൈക്ക് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ കൂടുതൽ വോയിസ് ക്ലാരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ എന്തുകൊണ്ട് സൂപ്പർബ് ക്യാമറയാണ്, അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി ഒക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ പിന്നെ ഫുട്ടേജും കാണാം. ഓക്കെ, വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് GoPro Hero 9 ബ്ലാക്കിലാണ്. അൺബോക്സിങ് കഴിഞ്ഞു, നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ഔട്ട്ഡോർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ കണ്ടിട്ടില്ല, അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും എന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു പാടം, അതുപോലെ തന്നെ ഒരുപാട് നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ തിരിച്ചും ഔട്ട്ഡോർ വീഡിയോ ആണ്, അതും സിംപ്ലി വാക്കിങ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ മാക്സിമം എൻ്റെ വോയിസ് ക്ലാരിറ്റിയോട് കൂടെ തന്നെ കിട്ടുമെന്നാണ്, പോയിട്ട് വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇൻബിൽറ്റ് മൈക്ക് ഉണ്ട്, അപ്പോൾ മാക്സിമം നമുക്ക് വോയിസ് ക്ലാരിറ്റിയോട് കൂടെ കിട്ടുമെന്നാണ് കരുതുന്നത്. പിന്നെ എവിടെ ഉണ്ടല്ലേ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് ഫുള്ള് വെള്ളം കയറിക്കോട്ടെ, ഇതൊരു പാടാണ്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് വായ കൃഷിയൊക്കെ ഉണ്ട്, ഒക്കെ ഒടിഞ്ഞെടുക്കുകയാണ് വെള്ളം കയറിയിട്ട്. ഇവിടെയൊക്കെ മീൻ പിടിക്കാറുണ്ട് വൈകുന്നേരം. ഇതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്ന GoProയിലെ വിഷ്വൽസാണ്, അടിപൊളി ഫുട്ടേജാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഞാൻ നടന്നിട്ടാണ്, പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്ക് നടക്കുന്നത് എന്ന് പോലും ഫീൽ ആവുന്നുണ്ടാവില്ല, കാരണം അത്രയും സ്റ്റെബിലൈസേഷൻ നമുക്ക് ഒരു ക്യാമറ കിട്ടുന്നുണ്ട്. അതല്ലേ നമ്മളിങ്ങനെ മെല്ലെ ഷൂട്ട് ചെയ്യാം. ഗൈസ്, അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വിട്ടുമായിരുന്നു. വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് GoPro Hero 9 അല്ല. ഈ 9ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 8 പോലെയല്ല, നമുക്ക് 5K വീഡിയോസ് വരെ ഇതിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ മാക്സിമം ഹൈപ്പർ സ്മൂത്ത് എന്ന് വെച്ചാൽ സ്റ്റെബിലൈസേഷൻ 3.0 വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര നടന്ന് വ്ളോഗ് ചെയ്താലും ഓടിയിട്ടും ചാടിയിട്ടൊക്കെ ചെയ്താലും സ്റ്റെബിലൈസേഷൻ അതിൻ്റെ പെർഫെക്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഓടിയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് വാക്കിംഗ് ആണ്, ഒരു പാടത്തിൻ്റെ 2 സൈഡിലൂടെ എങ്ങനെ പോകാൻ കേട്ടോ, നല്ല രസമുണ്ട്. നമ്മൾ ഔട്ട്ഡോർ വീഡിയോ ആദ്യമായിട്ടാണ് GoProയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ലീനിയർ, നാരോ, അതുപോലെ തന്നെ വൈഡ് ആംഗിൾ, സൂപ്പർ വൈഡ് ആംഗിൾ എന്നുള്ള വ്യത്യസ്ത രൂപത്തിലൊക്കെ ഷൂട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വൈഡ് ആംഗിളിലാണ്. സൂപ്പർ വൈഡ് ആംഗിളിലാവുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്നുകൂടി തടിച്ചിരിക്കും. അപ്പോൾ സിംപ്ലി നമുക്ക് വൈഡ് ആംഗിൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് വാക്കിംഗ് ചെയ്തിട്ടുള്ള വിഷ്വൽസും ഫുട്ടേജൊക്കെ നമ്മൾ GoProയിൽ എടുത്ത് കണ്ടു. പക്ഷേ നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ തീരുമാനിക്കാനോ ഫൈനൽ ചെയ്യാനോ ആയിട്ടില്ല. നമുക്ക് ഓടിയിട്ടൊന്ന് വ്ളോഗ് ചെയ്ത് നോക്കിയാലോ. എന്നിട്ട് സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ ശരിക്കും GoProനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇതൊരു ആക്ഷൻ സ്പോർട്സ് ക്യാമറയാണ്. അപ്പോൾ ഓടിയിട്ടും ചാടിയിട്ടും വീഡിയോ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഓടിയിട്ട് വ്ളോഗ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഫൈനലാക്കാം. കാരണം ഭയങ്കര സ്റ്റെബിലൈസേഷനുള്ള വീഡിയോ കേട്ടോ, നടന്നിട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റെബിലൈസേഷൻ അത്രയും പക്കായിട്ട് കിട്ടുന്നത് ഓടിയിട്ട് തീർച്ചയായിട്ടും കിട്ടും, നോക്കാം. ഓക്കെ, എന്തായാലും വീഡിയോ കാണാം. ഗായ്സ്, ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓടിയിട്ടോ. GoPro Hero 9ൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. കാരണം ഹൈപ്പർ സ്മൂത്ത് 3.0 ആണ്, 8നെ പോലെയല്ല. അതൊന്നും കൂടി അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് 2.0 എന്ന്. അപ്പോൾ ഓടുമ്പോൾ എത്ര ഷേക്ക് ഉണ്ടെങ്കിലും അത് സ്റ്റെബിലൈസേഷനിലോട് കൂടെ നല്ല വീഡിയോ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തന്നെ പറയട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നടന്നിട്ടും ഓടിയിട്ടുള്ള ഫുട്ടേജും വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടു. അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഞാൻ അതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. അടിപൊളിയാട്ടോ, സൂപ്പർബാണ്. ഇനി എനിക്ക് ഏറ്റവും ത്രില്ലുള്ള ഒരു സംഗതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, 2 ചെക്കന്മാരുണ്ട് അവിടെ വെള്ളത്തിൽ. നമ്മൾ GoPro ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിടാൻ പോവാണ്. കാരണം ഇത് അണ്ടർ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്, ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് അതിനൊക്കെ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അത് ചെക്ക് ചെയ്യാം. ഇത് ശരിക്കും കുളമാണ് കേട്ടോ, കുളമാണ്. ഇവിടെ വെള്ളമൊക്കെ വന്നിട്ട് മഴയൊക്കെ വന്ന് പാടും തോടും ഒന്നായതാണ്. അതിനടിയിൽ നമുക്കിവിടെ ഒരു കുളമുണ്ട്. എങ്ങനെയാ, സൂപ്പറല്ലേ? അടിപൊളിയാണ്. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് നമുക്ക് മുക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഫുട്ടേജ് വിഷ്വൽസ് എങ്ങനെ ഉണ്ട് നോക്കാം, വെള്ളത്തിനടിയില്ല. അപ്പോൾ സമയം കളയണ്ട, നേരെ നമുക്കത് ചെക്ക് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും വെള്ളത്തിൻ്റെ താഴെയുള്ള അണ്ടർ വാട്ടർ
ഫൂട്ടേജാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിഷ്വൽസ് നോക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കുളത്തേക്ക് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ കൂടെ 2 മച്ചന്മാരും കൂടി ഉണ്ട്. രായ പറയണം. ഓ താങ്ക് യു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വെള്ളത്തിൻ്റെ താഴെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആദ്യം നമുക്ക് GoPro 33 ഫീറ്റ്സ് താഴെ അടിയിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ അണ്ടർ വാട്ടർ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കുളം. അവിടെ പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം വന്നിട്ട് പാടും തോടൊക്കെ ഒന്നായതാണ്. അപ്പോൾ അതിനിടയിൽ ഒരു കുളമാണിത്. നല്ല ആഴുണ്ട് അല്ലേ? ആഴല്ലേ? അത്യാവശ്യം ആഴുള്ളൊരു കുളമാണ്. നമ്മൾ ജസ്റ്റ് നോക്കാം അണ്ടർ വാട്ടർ ഫൂട്ടേജ് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ. ജസ്റ്റ് എന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഞാനിപ്പോൾ ഒരു 3 സ്റ്റെപ്പ് ഇറങ്ങിട്ടോ. ജസ്റ്റ് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കങ്ങ് വിട്ടാലോ അണ്ടർ വാട്ടർ ഫൂട്ടേജ് കളക്ട് ചെയ്യാൻ വേണ്ടി? ഓക്കെ, അപ്പോൾ ഞാൻ പോകുന്നു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഞാൻ കുളത്തിലാട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഏകദേശം കണ്ടോണം. ഞാൻ ഫുട്ടേജ് കണ്ടില്ല. അപ്പോൾ ഇത് ഏകദേശം നല്ല ആഴമുള്ള കുളമാണ്. നല്ല പായലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ താത്താം. ഓക്കെ, വർക്കാവണില്ലേ ക്യാമറ? ഓക്കെ, ഒന്നുകൂടി പൊക്കാം, ഒന്നുകൂടി താഴ്ത്താം. ഓക്കെ, ഗൈസ് അപ്പോൾ എങ്ങനെയുണ്ട്? ഒന്നുകൂടി ഞാൻ എൻ്റെ ഫേസാണ് കാണിക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ. ഓക്കെ, പൊളിട്ടോ, സൂപ്പർ. എങ്ങനെയുണ്ട്? അടിപൊളിട്ടോ. ഫുട്ടേജ് നോക്കാം എങ്ങനെയുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരുപാട് നല്ല ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ നമ്മൾ വെള്ളത്തിന് താഴെയുള്ള ഫുട്ടേജ് കണ്ടു. ഇനി നമ്മൾ ക്യാമറ പിടിച്ചാൽ ചാടിയാലോ? എങ്ങനെയുണ്ടോ? ബാക്കിയാണ് ചാടാം. അപ്പോൾ നേരെ ഇനി ഒരു കിടക്കാച്ച ചാട്ടം GoPro പിടിച്ചിട്ട് നോക്കാം. അണ്ടർ വാട്ടർ ഫുട്ടേജ് തന്നെ നമുക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവം. അപ്പോൾ ഇനി ഒന്നും നോക്കണില്ല. GoPro പിടിച്ച് നമുക്ക് ഒറ്റ ചാട്ടം കുളത്തിലേക്ക്. ഇതാ ഈ കല്ലുമെന്ന് നേരെ ഒരൊറ്റ ചാട്ടം നോക്കട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, ഞാനിപ്പോൾ സ്റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലോട്ടിങ് സ്റ്റിക്കാണ്. എന്ന് വെച്ചാൽ GoPro നമ്മുടെ കയ്യിൽ നിന്ന് കുളത്തിലേക്ക് താഴെ പോയി കഴിഞ്ഞാലും അത് പൊന്തി വരും, ഫ്ലോട്ടിങ് സ്റ്റിക്ക് ആയതുകൊണ്ട്. അപ്പോൾ എനിക്കൊരു ബണ്ടിലിൻ്റെ കൂടെ കിട്ടിയതാട്ടോ. അതുകൊണ്ട് ഭയങ്കര ഉപകാരമായി. അപ്പോൾ ഞാനെന്തായാലും ഓടിയിട്ട് ചാടാം. ചാടി ചാടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ അണ്ടർ വാട്ടർ. മൂക്കിലേക്ക് വെള്ളം കയറി ഗൈസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അണ്ടർ വാട്ടർ ഫുട്ടേജ്. ഓക്കെ, ചാടി എങ്ങനെയുണ്ട്? സൂപ്പറല്ല ഗൈസ്? അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ താഴെയുള്ള ഫുട്ടേജ് കണ്ടില്ല? എന്തായാലും അടിപൊളിയായിട്ടോ. കാരണം GoProൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നല്ല. പിന്നെ അപ്പോൾ നമ്മൾ ടോട്ടലി ഓടിയിട്ടും ചാടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന് അണ്ടർ വാട്ടർ ഫുട്ടേജും കണ്ടു. ഇനി ഫൈനലി എല്ലാവരും GoPro യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് വണ്ടിയിൽ മോട്ടോർ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് GoPro ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം അത് സ്റ്റെബിലൈസേഷൻ അടാറായി നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഷെയ്ക്കില്ലാതെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബൈക്കിലാണ്, ഡ്രൈവ് ചെയ്യുന്ന നമ്മളെ പൂമാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് മോട്ടോർ വ്ളോഗ്സ് ഫുട്ടേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കട്ടറുള്ള ഒരു സ്ഥലം എന്നല്ല തിരഞ്ഞെടുത്ത് നോർമലി ടാർ ചെയ്ത റോഡിലൂടെയാണ്, NH ആണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ചേളാരി നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ചേളാരിയിലൂടെ നമ്മൾ പോകുന്നു. ഒന്നും ആരുടെ വണ്ടിയിൽ വിത്ത് പൂമോൻ്റെ വണ്ടി. അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്ക് ലോങ് റൈഡ് ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ ഹെൽമെറ്റിലാണ് സാധാരണ മൗണ്ട് ചെയ്യല്. പക്ഷേ ഞാൻ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യാം കേട്ടോ.
അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു GoPro Hero 9ൽ നമ്മളെടുത്ത ഫുട്ടേജസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യും. പിന്നെ ഞാനീ ഒരു വീഡിയോസും അതുപോലെ തന്നെ വിഷ്വൽസും ഫുട്ടേജസൊക്കെ എടുത്തത് നിങ്ങൾക്ക് എത്രത്തോളം GoPro Hero 9ൻ്റെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പിന്നെ എത്രത്തോളം നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അണ്ടർ വാട്ടർ ഫുട്ടേജ് വരെ എടുത്തു. അപ്പോൾ GoPro Hero 9ലും 8ലൊക്കെ പറ്റും, വെള്ളത്തിന് താഴെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതൊക്കെ ഒന്നും കൂടി റഫായിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞൻ ക്യാമറ യൂസ് ചെയ്യാൻ കഴിയും. അത്ര വെയിറ്റൊന്നുമില്ല. ട്രാവലിങ്ങിനും അതുപോലെ തന്നെ നമ്മളെ എല്ലാ ആക്ടിവിറ്റീസിലും വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വേറെന്താ, കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരു നല്ല വീഡിയോയിൽ ടിക്കി ഡോക്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടെ തൽക്കാലം ഗുഡ് ബൈ.